നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെയാണ് പ്രതിപാദിക്കുന്നത്. വിഷുഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എൻ്റെ തീർത്ഥയാത്ര എന്ന ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രേവതി നക്ഷത്രക്കാരുടെ 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലം നമുക്ക് പരിശോധിക്കാം. വിഷുഫലം പറയുമ്പോൾ ദേവതാഫലം, ശൂലഷട്കാദി ഫലം, ഗോചരപ്രകാരമുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം എന്നിങ്ങനെയാണ് പറയുന്നത്. നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ദേവതാഫലം ഒന്ന് പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ശൂലഷട്കാദി ഫലങ്ങളിൽ രേവതിക്കാർക്ക് അന്ത്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ജനനേതൃത്വമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. മേലധികാരികളിലേക്ക് പ്രീതി ലഭിക്കുന്ന വർഷമാണ്. അധികാരപ്രാപ്തി ഉണ്ടാകുന്ന വർഷമാണ്. കൂടാതെ ജീവിതത്തിൽ സുഖാനുഭവങ്ങളും ഉണ്ടാകുന്ന വർഷമാണ്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി നല്ല അനുകൂല സമയമാണ്. ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന രേവതി നക്ഷത്രക്കാർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് അതൊക്കെ ആലോചനയൊക്കെ ഉറപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. അനാവശ്യമായിട്ട് ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ അവസാനിക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ദ്രവ്യ ലാഭത്തിനൊക്കെ സാധ്യതയുണ്ട്. നല്ല വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന വർഷമാണ്. സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വീട്ടിൽ ശാന്തത കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. കലാരംഗത്തൊക്കെ മികച്ച നേട്ടം ഉണ്ടാകുന്ന വർഷമാണ്. കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനും അതിലൊക്കെ പങ്കെടുക്കാനും നേതൃത്വം വഹിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകും. തൊഴിൽ രംഗത്തൊക്കെ അന്യരുടെ ഇടപെടലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും അവരൊക്കെ തോറ്റു പിന്മാറേണ്ട സാഹചര്യവും വന്നേക്കാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മാനസികമായിട്ടുള്ള സന്തുഷ്ടി അനുഭവപ്പെടുന്ന വർഷമാണ്. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം ഉണ്ടാകുന്ന വർഷമാണ്. വിദേശത്ത് തൊഴിൽ നേടാനൊക്കെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വരാം. യാത്രകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറഞ്ഞു. യാത്രകൾ വഴി നേട്ടങ്ങളും ലഭിക്കാം. കടങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പരിക്കും രോഗദുരിതങ്ങളും ഒക്കെ മൂലം ജോലിയിൽ നിന്നൊക്കെ വിട്ടുനിന്നവർക്ക് അതൊക്കെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനും അതൊക്കെ നടപ്പിലാക്കാനും സാഹചര്യം ഒരുങ്ങുന്ന വർഷമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവാണ് ദേവത. ഗുണഫലങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ ലഭിക്കാനും മറ്റു ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കാനും രേവതി നക്ഷത്രക്കാർ മഹാവിഷ്ണു പ്രീതി വരുത്തുക. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സമ്പൂർണ്ണ വിഷുഫലമായി രേവതി നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി സന്ദർശിക്കുക. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.